എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിൽ ഇന്ത്യ ഇപ്പോൾ റെക്കോർഡ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 4ാം ടെസ്റ്റും ജയിച്ചതോടെ ഇന്ത്യ ടെസ്റ്റ് പരമ്പര നേടി. ബാറ്റിംഗിൽ ഇന്ന് രോഹിത്തും ജയ്സ്വാളും ആണ് തിളങ്ങിയത്. ബൗളിംഗിൽ അശ്വിൻ, കുൽദീപ് എന്നിവരും മികച്ച പ്രകടനം പുറത്തെടുത്തു. അപ്പോൾ 4ാം ടെസ്റ്റിന്റെ ഫുൾ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത്, ജയ്സ്വാൾ സഖ്യം മികച്ച പാർട്ണർഷിപ്പ് ആണ് സമ്മാനിച്ചത്. ഇന്നലെ സ്റ്റമ്പെടുക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 40 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. 40 എന്ന നിലയിൽ നിന്നും ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് ഇന്ന് മികച്ച തുടക്കമാണ് ലഭിച്ചത്. രോഹിത് ശർമ്മ ഇംഗ്ലണ്ട് ബൗളർമാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറുവശത്ത് ജയ്സ്വാളും മികച്ച പ്രകടനം പുറത്തെടുത്തു. 84 റൺസിന്റെ മികച്ച ഒരു പാർട്ണർഷിപ്പ് ആണ് ഇരുവരും പടുത്തുയർത്തിയത്. എന്നാൽ 17ാം ഓവറിൽ 84 റൺസിൽ നിൽക്കെ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. ജയ്സ്വാൾ ആണ് പുറത്തായത്. 44 പന്തിൽ 5 4 ഉൾപ്പെടെ 37 റൺസ് ആണ് താരത്തിന്റെ സമ്പാദ്യം. ജോ റൂട്ടിനാണ് വിക്കറ്റ് ലഭിച്ചത്. പിന്നീട് 3ാം നമ്പരിൽ എത്തിയ ഗില്ലും രോഹിത്തും ചേർന്ന് ഇന്ത്യയെ വീണ്ടും മുന്നോട്ട് നയിച്ചു. എന്നാൽ 25ാം ഓവറിൽ ഹാർട്ട്ലി ഇംഗ്ലണ്ടിന് വേണ്ടി വീണ്ടും ബ്രേക്ക് ത്രൂ നൽകി. ഇത്തവണ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് പുറത്തായത്. 81 പന്തിൽ 55 നേടി മികച്ച ഒരു ഇന്നിംഗ്സ് തന്നെയാണ് താരം ഇന്ന് കാഴ്ചവെച്ചത്. അതിൽ 5 4ഉം ഒരു 6ഉം ഉൾപ്പെട്ട ഇന്നിംഗ്സ് ആണ് രോഹിത്തിൻ്റേത്. എന്നാൽ പിന്നീട് എത്തിയ രജത് പാട്ടിദാർ 2ാം ഇന്നിംഗ്സിലും ഫ്ലോപ്പ് ആയി. 0 റൺസ് നേടിയാണ് താരം പുറത്തായത്. തുടർന്ന് ജഡേജ ക്രീസിൽ എത്തി. ഗില്ലും ജഡേജയും ചേർന്ന് 20 റൺസിന്റെ പാർട്ണർഷിപ്പ് ആദ്യ സെഷനിൽ കൂട്ടിച്ചേർത്തു. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞുള്ള 2ാം ഓവറിൽ തന്നെ ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടമായി. 4 റൺസ് നേടി ജഡേജയും സർഫറാസ് ഖാനും ആണ് പുറത്തായത്. പിന്നീട് വന്ന ജുറേൽ, ഗിൽ കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. അങ്ങനെ അവസാനം ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ 4ാം ടെസ്റ്റിലും റെക്കോർഡ് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ജോ റൂട്ടിന്റെ സെഞ്ചുറി മികവിൽ 358 റൺസ് ഇംഗ്ലണ്ട് നേടിയപ്പോൾ ഇന്ത്യ ജയ്സ്വാൾ, ജുറേൽ എന്നിവരുടെ ബലത്തിൽ 307 റൺസ് നേടി ഓൾ ഔട്ട് ആയി. എന്നാൽ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 145 റൺസിന് ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടു. ഇന്ത്യയ്ക്കു വേണ്ടി ബൗളിംഗിൽ അശ്വിൻ 5 വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് 4 വിക്കറ്റും നേടി. എന്തായാലും 4ാം ടെസ്റ്റ് ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ചരിത്ര വിജയം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നത്തെ വിജയത്തോടെ 5 ടെസ്റ്റ് പരമ്പരയിൽ 3 ജയിച്ച് ഇന്ത്യ ടെസ്റ്റ് പരമ്പര നേടി. ഇന്ത്യയുടെ എല്ലാ താരങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.